അതെ, ഇന്ന് ഞാൻ കുറച്ച് അയല മീൻ വാങ്ങി കറി വെച്ചു. അപ്പം ഞാൻ ചുമ്മാ വീഡിയോ എടുത്തു. എന്തായാലും പറയാം. അപ്പം അയല മീൻ വെക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. കുറച്ച് ചെറിയുള്ളി, 3-4 പച്ചമുളക്, അരിഞ്ഞ് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില. മസാലയായിട്ട് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി എല്ലാവരും ഇടാറില്ല, ഞാൻ കുറച്ച് ഇടാറുണ്ട്. അപ്പോൾ ഈ പൊടി ഒന്ന് ജസ്റ്റ് മിക്സാക്കിയിട്ട് തീയിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. ഇത് മിക്സാക്കുമ്പോൾ തീയില്ല കേട്ടോ, ഇപ്പോൾ ഉണ്ട് തീ. വറുത്തെടുക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് കളർ മാറിയാൽ മതി, ഭയങ്കരമായിട്ട് വറുക്കണ്ട. പിന്നെ തേങ്ങയും ചെറിയുള്ളി അരച്ചെടുത്തിട്ട് ആ പൊടികളൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് ഒന്നുകൂടി അരച്ച് മിക്സാക്കി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചെടുക്കാം. അപ്പോൾ അടുപ്പത്തെ എണ്ണ വെച്ച് തിളയ്ക്കുമ്പോൾ കടുകിടുക, പൊട്ടിക്കുക. കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉലുവ ഇടണം. ഉലുവയും പൊട്ടണം. ഉലുവ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും കറിവേപ്പില കഴിഞ്ഞിട്ട് ആ ചെറിയ ഉള്ളിയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് ഇടുക. ഇഞ്ചി വെളുത്തുള്ളി ഇടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അങ്ങനെ മൊത്തത്തിലൊന്ന് ഇളക്കി മറിച്ച് അതിനെയൊക്കെ ഒന്ന് കൊന്നെടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇതെല്ലാം കൂടി ഇതിലേക്ക് ഒഴിക്കുക. പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ലൂസാക്കണം കേട്ടോ, അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ പുളിവെള്ളമൊക്കെ നന്നായിട്ട് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിടുക. ഈ ഉപ്പ് ആവശ്യത്തിനല്ല, കുറച്ച് കൂടുതൽ ഉപ്പിടേണ്ടി വന്നു, അത് വീഡിയോ എടുത്തില്ല. പിന്നെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാക്കിയിട്ട് മീനൊക്കെ കൂടി ഇതിലേക്ക് എടുത്തങ്ങ് ഇടുക. വാരി വിതറുക അയല മീൻ. പിന്നെ എന്താണ്, മീൻ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. വേറെ 2 സാധനങ്ങൾ ഇടാറുണ്ട്. അത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്കങ്ങനെ ഇടുന്നതാണ് ഒരു സന്തോഷം. അത് വേറൊന്നുമല്ല, തക്കാളി, പച്ചമുളക്. അതെൻ്റെ വീട്ടിലിങ്ങനെ പച്ചമുളകും തക്കാളി എണ്ണയിൽ മൂപ്പിക്കാതെ ഇങ്ങനെ പച്ചയ്ക്ക് കറിയിലിടും. അത് എനിക്കൊരു സന്തോഷത്തിന് ഞാനങ്ങനെ ഇട്ടതാണ്, വീട്ടിലിടുന്ന പോലെ. അത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടി ഒന്ന് വേവട്ടെ. അടച്ച് വയ്ക്കുന്നത് തുറക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടല്ലോ. മീനൊക്കെ റെഡി ചെയ്ത് തിളയ്ക്കുന്നുണ്ടോ. ഗ്യാസ് ഓഫ് ചെയ്തു. സ്റ്റൗ നിറയെ അഴുക്കാണോ ഒന്നും നോക്കണ്ട. ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നല്ല പച്ച വെളിച്ചെണ്ണ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഉലുവാപ്പൊടി. ഇതൊന്നും എല്ലാവരും ഇടുന്നൊന്നുമില്ല, ഇത് ഞാൻ കണ്ടുപിടിച്ചതാണ്. ഉലുവാപ്പൊടി ഇടുമ്പോൾ ഒരു മണം വരും. ഉലുവാപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കറി റെഡിയാക്കി ക്ലോസ് ചെയ്ത് വയ്ക്കുക. കഴിഞ്ഞു, അത്രേ ഉള്ളൂ കറി. നോക്കൂ, മീൻ കറി കാണാൻ വലിയ ഭംഗിയില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.